ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഞാൻ സ്ഥിരം ഉണ്ടാക്കാറുള്ള നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ളി, ഞാൻ ഇപ്പോൾ ഏകദേശം 2 ഉള്ളി ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണി പല നാട്ടിലും പലരും പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ തന്നെ പല സമയത്ത് പല ബിരിയാണികൾ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാകുമ്പോൾ വേണം നമ്മൾ ഈ ഉള്ളി ഈ ഓയിലിൽ നിന്ന് മാറ്റാൻ. കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് തീ ഒന്ന് സ്ലോ ആക്കി വെച്ചിട്ട് വേഗം തന്നെ ഓയിലിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ ആർക്കും ബിരിയാണിയിൽ അധികം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഇഷ്ടമല്ല, അത് മാറ്റി വെച്ചിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ അത് ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇതേ ഓയിലിലേക്ക് ഞാനൊരു 4-5 സവോള നീളത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഞാനെപ്പോഴും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് അറിയാറ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും, ഒരേ ഒരു തിക്നെസ്സിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ ഫുഡ് പ്രോസസ്സിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ. ഇനി ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചിട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഉള്ളിലേക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയുടെയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് വെള്ളക്കണ്ണിൽ ഒന്ന് വറ്റി വന്നോളും. ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഇപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. തക്കാളി ഒരുപാട് വെന്തുടയാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കിലോ ചിക്കനാണ് ഇപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ഇതിൽ കിടന്ന് ചിക്കൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ തുറന്നിട്ടിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ചിക്കന് നല്ലൊരു ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. ഇനി ഒന്ന് ഇളക്കാതെ കുറച്ച് സമയം വെക്കുമ്പോൾ ഈ ഒരു സൈഡിൽ നല്ല ഒരു ചെറിയ ലൈറ്റ് ബ്രൗണിഷ് കളർ വരും. ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ 2 മിനിറ്റ് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക, അടച്ചു വെക്കുകയൊന്നും ചെയ്യേണ്ട. കാരണം നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്ക, ഒരു 4-5 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ക്യാരറ്റും ഏലക്കയുടെ ഒക്കെ നല്ല ഫ്ലേവർ ആ നെയ്യിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് അരിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസാണ്. നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ വെള്ളത്തിലൊന്നും ഇടരുത്. നമ്മൾ കുക്ക് ചെയ്യുന്ന ആ സമയത്ത് ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം വാർത്തെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു അരിയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം. അപ്പോഴാണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ റൈസിന് കറക്റ്റ് ഉപ്പ് ഉണ്ടാവുക. ഇപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചിട്ടിട്ട് ആദ്യത്തെ 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ഒന്നും അവിടെ കിടന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ടില്ല, 2 സൈഡും നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ വൈറ്റ് കളറിലായിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ നമ്മൾ അടച്ചു വെച്ചിട്ടില്ല, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി കൂടി പോയിട്ട് നല്ല മല്ലിയുടെ കുത്ത് വരും. മാക്സിമം 1/2 ടേബിൾ സ്പൂൺ അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ആ ഒരു മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും ആവട്ടെ. നമ്മൾ ഇത്രയും മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്, നല്ല കട്ട തൈര് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. ഈ സമയത്ത് തന്നെയാണ് അത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട, ബാക്കി നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിത് പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഈ ഒരു ഉള്ളി അബ്സോർബ് ചെയ്യും. പിന്നെ ആ ഒരു മസാലയുടെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുവരെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്ത് ഈ സമയത്ത് ഇടുമ്പോൾ ആ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയൊക്കെ കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ 4-5 മിനിറ്റ് വെച്ച് കൊടുക്കണം. എല്ലാ മസാലയും കൂടെ ഒന്ന് സെറ്റായി വരാനായിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ദേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ മിക്സായി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് ആ മല്ലിയിലയും പുതിനയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ബിരിയാണിക്ക് കറക്റ്റ് ഒരു ബിരിയാണിയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നതാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ദമ്മിടാനായിട്ട് പോവാണ്. വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉണിയുണ്ടല്ലോ, അത് കുറച്ച് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ലെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ല, ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത് ഞാൻ കുറേശ്ശായിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ഒരു ജീരകശാല റൈസാട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഇതിൻ്റെ മേലെ ഞാൻ റൈസ് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ അതേ മൊത്തം റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി കുറച്ച് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില പുതിന അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കാഷ്നട്ടും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ മേലെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. എല്ലാം കൂടെ നല്ലപോലെ ദമ്മായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണിയൊക്കെ നല്ലപോലെ ദമ്മായി വന്നിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റായി. നല്ല ആവി പറക്കുന്ന ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മളെപ്പോഴും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഒരു തവണ അതുപോലെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.